ഇതേപോലെ തന്നെയാണ് ക്രോസിന്റെ അകത്ത് നമ്മൾ ഇങ്ങനെ തന്നെ നിൽക്കുന്നു. ഇപ്പൊ ജാബ് ഫ്രണ്ടിലത്തെ കൈ കൊണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ക്രോസ് ബാക്കിലത്തെ കൈ കൊണ്ട് ചെയ്യുമ്പം ഈ നമ്മുടെ ബാക്കിലത്തെ ലെഗ് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്യുക. ഇതിപ്പോ ഇങ്ങനെ നിൽക്കുന്നു, ഇത് കണ്ടോ? അതും ഇതുപോലെ നമ്മുടെ ചിൻ ഇവിടെ ഷോൾഡറിൽ ടക്ക് ചെയ്യുക. 1 ഇങ്ങനെ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുക. ഓരോ തവണയും പഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ ലോക്ക് ചെയ്ത് ശീലിക്കുക, ലോക്ക് ചെയ്ത് പഠിക്കുക. കൈ ടേൺ ചെയ്യുക, നേരെയല്ല, ഇങ്ങനെ ടേൺ ഒരു ചെറിയൊരു ടേണും കൂടിയും കൊടുക്കുക. ഹിപ്പും അതിനനുസരിച്ച് ത്രോ ചെയ്യുക. ഹിപ്പ് ത്രോ ചെയ്തുകൊണ്ടിരിക്കുക, കാല് ടേൺ ചെയ്യുക, റിസ്റ്റ് ടേൺ ചെയ്യുക, ചിൻ ഇവിടെ ലോക്ക് ചെയ്യുക, ഹിപ്പ് ടേൺ ചെയ്യുക, കാല് ടേൺ ചെയ്യുക. കാല് ടേൺ ചെയ്യുന്നുണ്ടോ? ഇങ്ങനെ ഇരിക്കുന്ന കാല് ഇങ്ങനെ ടേൺ ചെയ്യുക, കാല് ഇതുപോലെ ടേൺ ചെയ്യുക. ഇതും ഈ പറഞ്ഞ പോലെ നമുക്ക് ഫോർവേഡ് ബാക്ക്വേർഡ് ചെയ്യാം. ഫ്രണ്ടിലത്തെ കാലുകൊണ്ട് ഫോർവേഡ് ചെയ്യുന്നു, ബാക്കിലത്തെ കാലുകൊണ്ട് ക്രോസ് ചെയ്യുന്നു. ഫ്രണ്ടിലത്തെ കാലുകൊണ്ട് ഫോർവേഡ് ചെയ്യുന്നു, ബാക്കിലത്തെ കാലുകൊണ്ട് ക്രോസ് ചെയ്യുന്നു. ബാക്കിലത്തെ കാല് എടുത്ത് വെക്കുമ്പോൾ തന്നെ നമ്മൾ ക്രോസ് ചെയ്യുക. അതേപോലെ തന്നെ ബാക്ക്വേർഡ്, അത് ബാക്കിലത്തെ കാലുകൊണ്ടാണല്ലോ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. ഡ്രൈവ് ചെയ്യുമ്പം എപ്പോൾ നമ്മൾ ബാക്കിലേക്ക് വെക്കുന്നോ അപ്പൊ നമ്മൾ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്താ കൊണ്ടുപോകുന്നു. ബാക്കിലേക്ക് ഡ്രൈവ് ചെയ്യാം, ബാക്കിലേക്ക് ഡ്രൈവ് ചെയ്യാം. റിസ്റ്റ് ടേൺ ചെയ്യുന്നു, ഹിപ്സ് ടേൺ ചെയ്യുന്നു, കാല് ടേൺ ചെയ്യുന്നു, ഷോൾഡർ എൻ്റെ ചിഹ്നമായിട്ട് ഞാൻ ടക്ക് ചെയ്യുന്നു. ഇതിന്റെ